നമസ്കാരം. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ ഈ ഗാനം വലിയ രീതിയിലുള്ള മതവികാരം വ്രണപ്പെടുത്തുന്നു എന്നാണ് തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറി ഈ പ്രസാദ് കുഴിമല പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം, അദ്ദേഹം റാന്നി MLA ഒക്കെ ആയിരുന്ന ആളാണ്. അദ്ദേഹവും ഈ രീതിയിലാണ് പറഞ്ഞത്. വലിയ രീതിയിലുള്ള മതവികാരം വ്രണപ്പെടുത്തി ഈ ഗാനം എന്ന രീതിയിൽ. കാരണം അയ്യപ്പൻ്റെ ഭക്തിഗാനത്തെ എടുത്ത് പാരഡിയാക്കുന്നത് വലിയ രീതിയിൽ ഹിന്ദുക്കൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ശബരിമലയെ ആചാരലംഘനം നടത്തിയപ്പോഴും അതിനു മുന്നേ രാജാ രവിവർമ്മയുടെ പേരിലുള്ള പുരസ്കാരം MF ഹുസൈൻ, അതായത് ഭാരതാംബയുടെ ചിത്രത്തെ വളരെ വക്രീകരിച്ച് വികലമാക്കി, ദുർഗാദേവിയുടെ ചിത്രത്തെ വികലമാക്കി, ഹിന്ദു ആരാധനാമൂർത്തികളെ വികലമാക്കി വരച്ചപ്പോൾ, സരസ്വതി ദേവിയെ വികലമാക്കി വരച്ചപ്പോൾ ഉണ്ടാകാത്ത മതവികാരത്തിൻ്റെ വ്രണപ്പെടലാണ് രാജു P. എബ്രഹാം കാണുന്നതെങ്കിൽ അതിൽ എന്തോ തരത്തിലുള്ള വലിയ കുഴപ്പമുള്ളതായിട്ടാണ് തോന്നുന്നത്. കാരണം ഇത്രയും വലിയ രീതിയിൽ മതവികാരം വ്രണപ്പെടുത്തിയ MF ഹുസൈൻ അവാർഡ് കൊടുക്കാൻ തയ്യാറായ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള രാജു എബ്രഹാമിന് ഇപ്പോൾ മതവികാരം വ്രണപ്പെട്ടതായി തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് വികാരമാണ്? അത് മതവികാരമാണോ ഇടതുപക്ഷ വികാരമാണോ വ്രണപ്പെട്ടത് എന്ന് ജില്ലാ സെക്രട്ടറി പറയുക തന്നെ വേണം. അല്ലാതെ പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന പാട്ട് ഇവിടുത്തെ സാധാരണ ഭക്തന് എത്ര കണ്ട് വികാരങ്ങൾ വ്രണപ്പെട്ടു എന്ന് അറിയില്ല. പക്ഷേ അവിടുത്തെ സ്വർണത്തെ ചെമ്പായി മാറ്റിയ ആൾക്കാർ ഇപ്പോഴും അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുന്നുണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ കൂടി ചോദ്യം ചെയ്യലിന് വിധേയമാക്കണം എന്നാണ് SIT പറഞ്ഞിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉള്ള നിർദ്ദേശങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ സ്വർണത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ കൂടുതൽ പരിശോധനകൾ നടത്തണം. അതുമാത്രമല്ല, പത്മകുമാറിന് വീണ്ടും റിമാൻഡ് കാലാവധി നീട്ടിയിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും പത്മകുമാറിന് പാർട്ടിയുടെ മെമ്പറാണ്, പാർട്ടിയുടെ നേതാവാണ്. ദക്ഷിണ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിലെ ഏറ്റവും സമുന്നതരായ നേതാക്കളിൽ ഒന്നായി തന്നെ പത്മകുമാർ ഇപ്പോഴും തുടരുകയാണ്. വാസുവിനെ ആരും തള്ളിപ്പറയാൻ തയ്യാറാകുന്നില്ല. വാസു ഇപ്പോഴും വാസു സർ തന്നെയാണ്. അപ്പോൾ ഇതിലൊന്നും ഭക്തൻ്റെ വികാരങ്ങൾ വ്രണപ്പെട്ടില്ല, അവന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഒരു പാരഡി ഗാനത്തിലാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായത്. കാരണം അയ്യപ്പൻ്റെ ധനം കൊള്ളയടിക്കുന്നതിന് പ്രശ്നമില്ല, അതുമായി ബന്ധപ്പെട്ട പാട്ടിനാണ് പ്രശ്നം എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ അത് എത്ര കണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഇടതുപക്ഷത്തിന് ഉണ്ടാക്കുന്നു എന്ന് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിച്ചവർക്കല്ലേ മനസ്സിലാകൂ. ഇന്ന് മറ്റൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രൻ തന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുമോ, മറ്റേതോ ഒരു സിനിമയിലൊരു നായകൻ പറഞ്ഞു എന്നെ കൊല്ലാതിരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചത് മാതിരി എന്നെ ഇനിയും ബുദ്ധിമുട്ടുണ്ടാക്കരുത്, ഞാൻ വലിയ മാനസിക സംഘർഷത്തിലൊക്കെ ആയിരിക്കുന്നു എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ തന്നെ പറഞ്ഞത്. അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കൾക്കുണ്ടായി. അവരുടെ വികാരങ്ങൾ വ്രണപ്പെട്ടു എന്ന് മാത്രമേ ബോധ്യമാകുന്നുള്ളൂ. ശബരിമലയിൽ ആചാര ലംഘനം നടത്തിയപ്പോഴും അവിടെ ബിന്ദുമാരെയോ ഒക്കെ കയറ്റി വിട്ടപ്പോഴൊക്കെ, ബിന്ദു അമ്മിണിമാരെയൊക്കെ കയറ്റി വിട്ടപ്പോഴൊക്കെ അവിടെ വേണ്ടത്ര പിന്തുണ അവർക്ക് കൊടുക്കുമ്പോഴൊന്നും മതവികാരങ്ങൾ വ്രണപ്പെട്ടില്ല. ആ മതവികാരങ്ങൾ വ്രണപ്പെട്ടാത്ത ഏത് സാഹചര്യത്തിലാണ് ഹിന്ദുവിൻ്റെ ആരാധനാ ബിംബങ്ങളെ ഒക്കെയും ചോദ്യം ചെയ്യുന്ന, മറ്റു വക്രീകരിച്ച് കാണിക്കുമ്പോഴൊക്കെ തോന്നാത്ത എന്ത് വികാരമാണ് ഇപ്പോൾ തോന്നിയത് എന്ന് രാജു എബ്രഹാം പറഞ്ഞാൽ കൊള്ളാം, അല്ലെങ്കിൽ പ്രസാദ് കുഴിവിള പറഞ്ഞാൽ കൊള്ളാം. അദ്ദേഹം മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും ഭാഗമല്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും വരുന്ന ആളുകൾ അതിൻ്റെ സത്യാവസ്ഥകളെക്കുറിച്ച് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. ഇപ്പോൾ എന്തായാലും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലാണ് പ്രസാദ് കുഴിവിളയും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനകത്തു നിന്നുള്ള ഇപ്പോഴത്തെ വിശ്വാസികളായിട്ടുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരും എന്ന് കണക്കാക്കേണ്ടി വരും, എന്ന് വിശ്വസിക്കേണ്ടി വരും ഇവിടുത്തെ ഹിന്ദുവിന്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.